15 വർഷങ്ങൾ. പഴയൊരു പുസ്തകത്തിനിടയിൽ നിന്ന് ആ മഞ്ഞനിറം പടർന്ന കവർ പുറത്തെടുത്തപ്പോൾ മാധവൻ്റെ കൈകൾ വിറച്ചു. അന്നത് അയക്കാൻ മറന്നുപോയതാണ്. തൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കേണ്ടിയിരുന്ന സ്നേഹവും മാപ്പപേക്ഷയും നിറഞ്ഞ ആ കത്ത് ഇന്ന് അതിൻ്റെ അവകാശിയായ ജാനകിയുടെ അടുത്തെത്തിക്കണം. അവളുടെ പഴയ തറവാട് ഇപ്പോഴും ആ കുന്നിൻപുറത്തുണ്ടാവുമോ? അന്ന് വൈകുന്നേരം മാധവൻ തൻ്റെ പഴയ സൈക്കിളിൽ ആ യാത്ര തിരിച്ചു. കുന്നിറങ്ങി കാട്ടുപാതയിലേക്ക് കടന്നതോടെ അന്തരീക്ഷം പെട്ടെന്ന് തണുത്തു. നേരം ഇരുട്ടിയിട്ടില്ലെങ്കിലും കാടിനുള്ളിൽ സന്ധ്യ മയങ്ങിയതുപോലെ തോന്നി. പെട്ടെന്ന് വഴിയരികിൽ വെള്ളവസ്ത്രം ധരിച്ച ഒരാൾ നിൽക്കുന്നത് മാധവൻ കണ്ടു. ഈ വഴി നേരെ ചെന്നാൽ പഴയ മഠത്തിലെത്തുമോ? മാധവൻ ചോദിച്ചു. ആ രൂപം ഒന്നും വേണ്ടിയില്ല. പകരം നീണ്ട കൈവിരലുകൾ കൊണ്ട് മുന്നിലെ ഇരുട്ടു നിറഞ്ഞ പാതയിലേക്ക് ചൂണ്ടിക്കാട്ടി. സൈക്കിൾ മുന്നോട്ട് നീങ്ങിയപ്പോൾ പിന്നിൽ ഒരു ചിരി കേട്ടതുപോലെ. തിരിഞ്ഞു നോക്കിയ മാധവൻ സ്തംഭിച്ചുപോയി. വഴിയരികിൽ ആരും ഉണ്ടായിരുന്നില്ല. മുന്നോട്ട് പോകുന്തോറും കാടിന് മാറ്റം സംഭവിക്കുന്നത് മാധവൻ ശ്രദ്ധിച്ചു. മരങ്ങൾക്കെല്ലാം അസാധാരണമായ ഉയരം. വഴിയിൽ കണ്ട കുളത്തിലെ വെള്ളം കറുത്ത മഷി പോലെ നിശ്ചലമാണ്. പെട്ടെന്ന് മാധവൻ തൻ്റെ കയ്യിലെ വാച്ചിലേക്ക് നോക്കി. വാച്ചിലെ സൂചികൾ അതിവേഗം പിന്നോട്ട് കറങ്ങുകയാണ്. പെട്ടെന്ന് ചുറ്റും മഞ്ഞു പടർന്നു. മഞ്ഞിനിടയിലൂടെ പഴയ കാലത്തെ വേഷം ധരിച്ച മനുഷ്യർ നിശബ്ദമായി നടന്നു പോകുന്നത് അവൻ കണ്ടു. അവർക്ക് നിഴലുകളില്ലായിരുന്നു. മാധവൻ കത്ത് മുറുകെ പിടിച്ചു. താൻ നടക്കുന്നത് ഭൂമിയിലല്ല, മറിച്ച് കാലത്തിൻ്റെ ഏതോ ഒളിപ്പരപ്പിലാണെന്ന് അയാൾക്ക് തോന്നി. ഒടുവിൽ മഠത്തിൻ്റെ പടിവാതിൽക്കൽ എത്തിയപ്പോൾ ചുറ്റുമുള്ള ശബ്ദങ്ങളെല്ലാം നിലച്ചു. തകർന്നു വീഴാറായ ആ പഴയ വീടിൻ്റെ ഉമ്മറത്ത് ജാനകി ഇരിക്കുന്നുണ്ടായിരുന്നു. 15 വർഷം മുൻപ് താൻ കണ്ട അതേ രൂപം. അവൾക്ക് ഒട്ടും പ്രായം കൂടിയിട്ടില്ല. നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നു മാധവ. അവളുടെ ശബ്ദം കാറ്റിൻ്റെ മറുമറും പോലെയായിരുന്നു. വിറയ്ക്കുന്ന കൈകളോടെ അയാൾ ആ കത്ത് അവൾക്ക് നീട്ടി. അവൾ അത് വാങ്ങിയ നിമിഷം അവളുടെ കൈകൾക്ക് മഞ്ഞുപാളിയേക്കാൾ തണുപ്പാണെന്ന് മാധവൻ തിരിച്ചറിഞ്ഞു. കത്ത് തുറന്ന ജാനകി അത് വായിച്ച് പുഞ്ചിരിച്ചു. ഇനി എനിക്ക് സമാധാനമായി മടങ്ങാം, അവൾ പറഞ്ഞു. അടുത്ത നിമിഷം ഒരു ശക്തമായ കാറ്റ് വീശി. കണ്ണു തുറന്നപ്പോൾ മാധവൻ കണ്ടത് തകർന്നു കിടക്കുന്ന ഒരു പഴയ തറവാടാണ്. മുറ്റത്ത് നിറയെ കാട് പിടിച്ചു കിടക്കുന്നു. ജാനകിയോ തണുപ്പോ അവിടെയില്ല. വെയിൽ പാതി മാഞ്ഞ ഒരു സാധാരണ വൈകുന്നേരം. മാധവൻ തൻ്റെ കയ്യിലേക്ക് നോക്കി. കത്തവിടെയില്ല. പകരം മണ്ണിൽ ഒരു പഴയ കരിയില മാത്രം ബാക്കിയായിരുന്നു. 15 വർഷം മുൻപ് മരിച്ചുപോയ ജാനകി തൻ്റെ കത്തിനു വേണ്ടി മാത്രം ആ മണ്ണിൽ കാത്തു നിൽക്കുകയായിരുന്നു എന്ന് അപ്പോൾ മാധവൻ തിരിച്ചറിഞ്ഞു. സൈക്കിളുമായി തിരികെ നടക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ വർഷങ്ങളായി ഉണ്ടായിരുന്ന ആ ഭാരം ഒഴിഞ്ഞുപോയിരുന്നു.